എന്തിനാ ഫ്രാങ്ക്ലിൻ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന രാവിലെ തന്നെ? എടാ, ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് സൂപ്പർ ജെറ്റ് ഹൾക്കിൻ്റെത്. ഹൾക്കിന്റെ സൂപ്പർ ജെറ്റ് ഇതിന്റെ ഉള്ളിലുണ്ടോ? എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതാ. നമുക്ക് ആ പോയിട്ട് എടുക്കാം. താഴട്ടുവാ. ഒന്നും പറ്റില്ലേ, മല്ലവാ. ഓക്കെ ഫ്രാങ്ക്ലിനെ, ഞാൻ മല്ലേ വരുന്നേ. ആടാ, ഇതിന്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും കയറണം, എന്നാലേ എനിക്ക് ആ സൂപ്പർ ജെറ്റ് എടുക്കാൻ പറ്റൂ. ഓക്കെ. നീ ഇപ്പൊ എങ്ങനെ ഇതില് ചാടി വരും? അയ്യോ ഫ്രാങ്ക്ലിനെ, എനിക്ക് ചാടാൻ പറ്റുന്നില്ല. എടാ, ഇത് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, ഇതിലേ വാ. ഇങ്ങോട്ട് വാ. ഈ ഷിൻചാനെ, നിന്നെ ഞാൻ ഒരു ടാസ്കിന് കൊണ്ടുവന്ന ഇതിനെ പണിയാണല്ലോ. ഇതിപ്പോ ഇതിന്റെ ഉള്ളിലാ കേറേണ്ടത്. ഇങ്ങനെ സിമ്പിളായിട്ട് നടന്നൊന്നും നടക്കൂല. ഓക്കെ ഫ്രാങ്ക്ലിൻ സാർ, ഞാൻ സാറ് പറയുന്ന പോലെ തന്നെ കേൾക്കാം. എടാ, നീ കൂടുതൽ അഭിനയിക്കാണ്ട് ഇങ്ങോട്ട് വാ. ഇത് ഇയാളോട് സംസാരിക്കാം. ഇയാൾക്ക് ക്യാഷ് കൊടുത്തിട്ടാണെങ്കിൽ ഇന്ന് ഉള്ളിൽ കയറണം. ഹേയ് ഓഫീസർ. അയാൾ കേൾക്കുന്നില്ലല്ലോ. എടാ, ഇങ്ങോട്ട് വാ. ഇപ്പത്തല്ലേ വാ. ഷിൻചാനെ, നീ വീണ്ടും ട്രാപ്പായ? എന്താ അവസ്ഥയാടാ ഇത്? ഇപ്പുറത്തേലെ വന്നേ നീ. ആ ഓഫീസറിനോട് സംസാരിക്കാം. ഇതിലേ വാ. ഇവിടെ. ഷിൻചാൻ നിന്നെ മണ്ടനാണോ? എടാ ഷിൻചാൻ, നീ ജനിച്ചപ്പോഴിങ്ങനെയാ? ഇതിങ്ങനെ വാ, ഇങ്ങോട്ട് വാ. യോ പോയി ഈ ഷിൻചാന്. എടാ ഫ്രാങ്ക്ലിൻ, ഞാൻ ആലോചിക്കായിരുന്നടാ എങ്ങനെ കേറണം. ആടാ. ഇയാളോട് സംസാരിച്ച് നോക്കാം. ഇയാൾ പറയുന്ന എന്തേലും കൊടുക്കേണ്ടി വരും. നമുക്ക് ഉള്ളിൽ കയറാൻ എന്തായാലും കൊടുക്കാം. ഓക്കെ. ഹേ ഓഫീസർ. ഹലോ. എന്താ ഇവിടെ? എനിക്ക് ഉള്ളിലോട്ടൊന്ന് കയറണമായിരുന്നു. ഉള്ളിലോട്ട് അങ്ങനെ കേട്ടാൻ പറ്റില്ല. ലൈക്ക് എനിക്കൊരു 30 മിനിറ്റ്സിനേക്ക് കയറിയാൽ മതി. അതൊന്നും പറ്റില്ല. ഞാൻ എത്ര പൈസ വേണമെങ്കിലും തരാം. ഓ, നീ എത്ര പൈസ വേണേലും തരും? എത്ര പൈസ വേണേലും തരാം. എന്നെ കൊണ്ട് പറ്റുന്ന അത്ര എമൗണ്ട് തരാൻ പറ്റും. ഓക്കെ, അന്ന് $1 million തന്നാ നിന്നെ ഞാൻ 30 മിനിറ്റത്തേക്ക് ഉള്ളിലോട്ട് കയറ്റാം. ഓക്കെ, $1 million അല്ലേ? ഇത് $1 million. എന്നെന്തേ ഉന്തിട്ടേ? പൈസ അയച്ചില്ലേ? നീ പൈസ അയച്ചെങ്കിൽ പൊക്കോ. താനപ്പനെ ചതിച്ചാണോ? എടാ ഷിൻചാൻ, ഇയാളെന്നെ ചതിച്ചട. ഞാൻ ഇയാൾക്ക് പൈസ അയച്ചു കൊടുത്ത്. ഫ്രാങ്ക്ലിനെ, നീ മണ്ടനാണല്ലോ. എടാ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അയാളാ പൈസ എടുത്തിട്ട് എന്നെ കേട്ടില്ല. നമുക്ക് ഉള്ളിലോട്ട് നടക്കാം. ഇയാളോട് ചോദിക്കാണ്ട് നമുക്ക് ഉള്ളിലോട്ട് നടക്കാം. വാ. അയാളെന്നെ കണ്ട ഇപ്പുറത്തേലേ വാ. നീ എങ്ങനെയും വാ അതിൻ്റെ അടിയിലേക്ക് കൂടി. അയാളെന്നെ കണ്ടില്ല. ആള് മണ്ടൻ. ഷിൻചാനൊന്ന് വരൂ നീ അതിലേ. എടാ ഷിൻചാൻ ഇതിലെ വരാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. എടാ ഷിൻചാൻ ഇപ്പൊ എങ്ങനെ വരിക? അപ്പുറത്തല്ലേ വരല്ലേ. മണ്ടത്തരം കാണിക്കല്ലേ നീ. വെയിറ്റ്, ഞാൻ ഷിൻചാനെ. ഇയാളെന്നെ കണ്ട്. ഇല്ല, ഇയാളെന്നെ കണ്ടില്ല. ഷിൻചാനെ, നീ എന്താടാ? ഇയാള് നമ്മളെ കാണൂലേ? നീ എന്താ കാണിക്കുന്നത്? വാ. അയാളെങ്ങോട്ടോ പോവാ. നമുക്ക് ഇതിലേ വാ. ഇയാളെന്താ സ്റ്റക്കായി നടക്കുന്നത്? ഇയാളുടെ കാലിനെന്തോ പറ്റിയിട്ടുണ്ട്. ഒരു അറ്റു കൊടുത്താലോ? നമ്മുടെ പൈസ വാങ്ങിയിട്ട് ചതിച്ചാ. കുഴപ്പമില്ല, അവിടെ ഒരു ഓഫീസർ ഉണ്ട്, അയാളോട് സംസാരിച്ച് നോക്കാം. ആടാ, വാ. എനിക്ക് തോന്നുന്നു എനിക്ക് വഴി കണ്ടുപിടിച്ച് തരുമെന്ന്. പ്രിസൺ ഏരിയ. ഇത് പ്രിസണറിന്റെ ഏരിയ ആണ്. ഇത് ജയില് പോലത്തെ എന്ത് സംഭവം തോന്നടാ. പ്രിസണറിന്റെ ഏരിയ. ഓഫീസർ, എനിക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണം. ലൈക്ക് എനിക്കൊരു ആളോട് സംസാരിക്കണം. സാധനം അടിച്ചായിട്ട് നേരെ ഇവരോട് പറയണ്ട ഷിൻചാനെ. എടാ ഓഫീസർ, അതുകൊണ്ട് എനിക്ക് ഉള്ളിലോട്ട് കയറണം. 30 മിനിറ്റത്തേക്ക് കയറ്റുമോ? ഞാൻ എത്ര പൈസ വേണേലും തരാം. ലൈക്ക് $1 lakh, $1 lakh തരാം. ഓക്കെ, ഡീലാണ്. 1 lakh അല്ല, $500,000. ഓക്കെ, തരാ. ഓക്കെ, ഡീലാ. ഡീലാണ്. പക്ഷെ നീ ഞാനിപ്പോ അഭിനയിക്കുന്നതിന് കൂടെ അഭിനയിക്കണം. ഓക്കെ, നിന്നെ ഉപദ്രവിക്കുന്ന പോലെ. ഓക്കെ. സോ നമ്മളിപ്പോ എങ്ങോട്ടാ പോന്നേ? ഒരു സ്ഥലം വരെ പോണം. അവിടെ എന്താ? അവിടെ നിനക്ക് ഞാൻ ഇതിന്റെ ഉള്ളിലോട്ട് കയറേണ്ട വഴി പറഞ്ഞു തരും. ഓക്കെ, സോ എന്നാ പോവാം. A few moments later. ഇതാണ് ഞാൻ പറഞ്ഞ വഴി. ഏത് വഴി? ഈ ഡോർ വഴി നിനക്ക് ഉള്ളിലോട്ട് കയറാം. അപ്പൊ ഞാൻ പോവാ. വെയിറ്റ്, പൈസ അയച്ചന്ന്. ഓക്കെ, ബൈ. ഞാൻ ഉള്ളിലോട്ട് കയറിക്കോളാം. എടാ, അയാള് പറഞ്ഞു തന്ന വഴി ഇതാടാ ഷിൻചാനെ. കേറ തുറക്ക്. എടീ, ഡോർ തുറക്കാൻ പറ്റുന്നില്ല ഷിൻചാനെ.
എടാ അപ്പൊ അയാളും പറ്റിച്ചാ? എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യാ, ഈ ഗണ്ണ് വെച്ച് തുറക്കാൻ നോക്കാം ഈ ഡോറ്. ഈ ഗണ്ണ് വെച്ചിട്ട് ഇത് പക്ഷെ പൊട്ടുവോ? ഓ വേ, അതെന്താ ബ്ലഡ് വന്ന് പെട്ടെന്ന്? വേ ഓലോ ഓലോ, എന്നെ പിടിക്കാൻ 3 സ്റ്റാർ പോലീസ്. ഓ വാട്ട്, എടാ നമുക്ക് പണിവാളി. ഇത് തുറക്ക്. ഇതിലെങ്ങനെ ബ്ലഡ് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടെ ഷൂട്ട് ചെയ്ത് നോക്കാം. വേ ഷിൻചാനെ, നീ മാറിയെന്ന് നിനക്കിട്ടിപ്പോ കൊണ്ടേനെ. ഇതൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ പിടിക്കാനാണെങ്കിൽ വണ്ടികൾ വന്നുകൊണ്ടിണ്ടാ. നമുക്ക് ഇവിടുന്ന് എസ്കേപ്പാ. ഷിൻചാനെ ഫുൾ പണിവാളി. ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഹൾക്കിന്റെ വണ്ടി എടുക്കണ്ടായിരുന്നു. ഇപ്പൊ പോലീസ് നമ്മളെ പിടിക്കാൻ വരുന്നുണ്ട്. ഫ്രാങ്ക്ലിനേതാ പോലീസ് അവിടെ ചുറ്റും. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് സറണ്ടർ ചെയ്യാടാ. സറണ്ടർ ചെയ്. ഓക്കെ ഞങ്ങൾ ഗീവ് അപ്പ് ചെയ്ത് ഞങ്ങൾ സറണ്ടർ ചെയ്തു. യു ആർ അണ്ടർ അറസ്റ്റ്. A few moments later. എടാ ഫ്രാങ്ക്ലിനെ നമ്മൾ എവിടെയാടാ കൊണ്ടുവന്നിട്ടേക്കുന്നേ? എടാ എനിക്കൊരു ഐഡിയ ഇല്ല ഷിൻചാനെ. നമ്മളെന്തോ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാടാ. നമ്മൾ പൂട്ടിയിട്ടേക്കാൻ തോന്നുന്നു. ഇതവിടെ ഡോറ്. വെയിറ്റ്, ഫ്രാങ്ക്ലിൻ ഇനി എങ്ങനെ പുറത്തിറങ്ങാ? എടി ഡോറ് പൊട്ടിച്ചാൽ പുറത്തിറങ്ങാൻ പറ്റും. ഡോറ് പൊട്ടിക്കാം, ചവിട്ടി പൊട്ടിക്കാം. ഷിൻചാനെ ഈ ഡോറ് പൊട്ടിക്കാൻ സഹായിക്ക്. എടാ ഫ്രാങ്ക്ലിനെ നീ ബാക്കിലോട്ട് നോക്കിയേ. എന്താടാ? ഓ എടാ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഓ നമ്മളെ നോക്കാൻ വേണ്ടി ഇവിടെ ഒരു ഓഫീസറിനെ നിർത്തിയിട്ടുണ്ട് ഇവര്. എടാ നമ്മളപ്പോ എവിടെയാ? ജയിലിൻ്റെ അകത്താണോ? ഫ്രാങ്ക്ലിന് എനിക്ക് തോന്നുന്നത് ജയിലിൻ്റെ അകത്താണെന്നാ. ആടാ, അപ്പം നമ്മൾ അയാളുടെ കീസ് എടുക്കാൻ പറ്റിയാൽ നമുക്ക് പുറത്തിറങ്ങാം. ഓക്കെ, അയാളെ നോക്കിയ. ആ ഫ്രാങ്ക്ലിൻ, ഞാൻ പോയിട്ട് നീ നോക്കി. നോക്ക് ബും. എൻ്റെ വെപ്പണ്. ചാവ്. എന്നിട്ട് കീ എനിക്കിതാ. സോറി ഷിൻചാനെ, ഞാൻ അറിയാണ്ട നിന്നെ അടിച്ച. അറിയാണ്ട്. അവിടെ ഇയാള് ചത്ര. ഇയാളെ അകത്ത് കീസ് എടുക്കട്ടെ. കീസ് എടുത്തു. കമോൺ വാ. ആ ഡോർ ഉറക്ക. ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് എന്ത് സംഭവം നോക്കാം. ഇങ്ങനെയാണെങ്കിൽ കുറേ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടാവും. ഷിൻചാനെ പേടിക്കരുത്. ആടാ ഫ്രാങ്ക്ലിൻ, എനിക്ക് പേടിയൊന്നുമില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തിറങ്ങണം. ഓക്കെ, ബാ പുറത്തിറങ്ങാം. A few moments later. എടാ പുറത്തിറങ്ങി ഇനി എന്താ ചെയ്യുന്നത്? എടി ഇവിടുന്ന് വാ. ഇവിടെ ഓഫീസേഴ്സ് എടി ഇയാളെന്താ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്? ഇയാളെല്ലാരും അറിയിക്കുന്നോ? ഇയാളെ കൊല്ല. ഇതൊരു കാറുണ്ട് ഇവിടെ. ഒരു കാറ്. ഇയാളുടെ കാർ എടുക്കാം. കേറ്. ഷിൻചാനെ വേഗം വന്ന് കേറ്. എടാ ഷിൻചാനെ, നീ എൻ്റെ കൈയുടെ അടുത്തില്ലേ? ബാ എനിക്കൊരു നൈസ് ഐഡിയ കിട്ടി. കാറിൻ്റെ ഉള്ളിൽ കയറുന്നു. നമ്മൾ ഇവിടുന്ന് പോകുന്നു. വാ. എടാ ഇതെന്താ നടക്കുന്നത്? വാട്ട് ഈസ് ഹാപ്പനിങ്? ഇറങ്ങി. ഷിൻചാനെ ബാ. എടാ അത് ഹൾക്കല്ലേ? ഒന്നോ, ഇവന്മാരാണെങ്കിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന. അവിടെയാണെങ്കിൽ ഹൾക്ക് നിൽക്കുന്നത്. ഇവരെ കൊല്ലട്ടെ. ഹൾക്കിനൊരു കാര്യം ചെയ്യാം. വണ്ടി ഇടിച്ചോ അല്ല. എടി വണ്ടിക്ക് എന്താ സംഭവം? എടി വണ്ടിക്ക് എന്താ പറ്റിയേ? എടി ഇവിടുത്തെ അറങ്ങ് വണ്ടി. ഇത് വെയിറ്റ്, ഹൾക്കിൻ്റെ അടുത്ത്. എടാ എനിക്കാണെങ്കിൽ ഇറങ്ങാം. ഓ പോയി. അങ്ങനെ ഞാൻ ഇറങ്ങി. ഹൾക്കിനെ ഞാൻ ഉപ്പും. വാട്ട്, ഹൾക്ക് ചത്താ? ഒറ്റ ഷോട്ടില്ല ചത്താ? എടാ ഹൾക്ക് ന്യൂബ്. ഹൾക്ക് ചത്തുന്നാ വന്ന്. ഹൾക്കിൻ്റെ തലക്ക് ഒരു അടിയും കൊടുത്തു. ഹൾക്ക് ചത്തു. എടാ നമ്മളീ ഇതിൻ്റെ ഉള്ളിലായിരുന്നു. എടാ ഇതാ ഹൾക്കിൻ്റെ സൂപ്പർ ജെറ്റ് ഇവിടെ. ഓ പോയി. ഫ്രാങ്ക്ലിനെ പോളി നമ്മളങ്ങനെ ഹൾക്കിന്റെ സൂപ്പർ ജെറ്റ് അടിച്ചു പറ്റി. യോ കേറി. ഏതാ ഞാൻ പിടിച്ച് കയറുന്ന വേണ്ട. എടാ നമ്മൾ ഇത് കൊണ്ടുപോകാൻ പോവാ. എടി ഇതെന്ത് സംഭവം? ഹൾക്കിന്റെ സൂപ്പർ ജെറ്റ് കത്തിയാ? അതൊക്കെ വാട്ട് ഈസ് ഹാപ്പനിങ്? എടാ ഹൾക്കിന്റെ സൂപ്പർ ജെറ്റ് കത്തിയടാ. ഇനി എന്താ ചെയ്യാ? ഷിൻചാനെ നീ എവിടെയാ? ഞാൻ ഇപ്പുറത്തെ സൈഡിലുണ്ട്. എടി ഇത് റിപ്പയർ ആക്കാൻ ബട്ടൺ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഫ്രാങ്ക്ലിനെ. ഞാൻ നിക്കിയൊന്ന്. ഫ്രാങ്ക്ലിനെ അത് നിക്കും. ഇത് ശരിയായടാ. എടി ഇത് ഏതാടാ ഹൾക്കിന്റെ സൂപ്പർ ജെറ്റ്? എൻ്റെ മോൻ എന്തൊക്കെയോ സെറ്റിങ്സ് ഉണ്ട്. എന്തായാലും ഞാൻ ഇതിനകത്ത് കയറി. എടാ എനിക്കെന്താ കയറാൻ പറ്റാത്ത ഇതില്? എടാ എനിക്ക് കയറാൻ പറ്റത്തില്ലടാ. വാട്ട്, എന്താ പറ്റിയേ? എനിക്കെന്താ കയറാൻ പറ്റാത്ത? ഓക്കെ ഞാൻ കയറി. ഷിൻചാനെ വെയിറ്റ് ആക്കി, ഞാനും വരുന്നിട്ട്. എടാ ഞാൻ കയറട്ടെ ഫസ്റ്റ്. ഷിൻചാ നീ എന്ത് കാണിക്കുന്നു? നീ ഇവിടെ നിന്ന്. എടാ ഞാൻ നിന്നെ എടുത്ത് ഇടാൻ താഴോട്ടിടാൻ വിചാരിച്ചാലോ? വെയിറ്റ് ഞാൻ താഴെ ലാൻഡ് ചെയ്യാ. നീ ഇനി കയറ്. ഷിൻചാനെ റെഡി അല്ല? ലെറ്റ്സ് ഗോ. എടി ഈ സാധനം ഇങ്ങനെ ഓടിക്കുക. ഓ ഇത് മേളിലോട്ട് പോകാൻ ഇങ്ങനെ ആക്കിയാൽ മതിയോ? ഷിൻചാൻ എങ്ങനെയുണ്ട്?
പൊളി ഫ്രാങ്ക്ലിനെ പൊളി, പക്ഷെ എനിക്ക് ഓടിക്കണം എന്നായിരുന്നു. എന്ന് പറഞ്ഞല്ല ഞാൻ ഓടിച്ചോളാം. എടി ഇത് വിഷയം വണ്ടി കിട്ടോ. എടി ഇതിന് ഏത് കളർ അടിക്കണം? കമൻറ്റ്. ഇത് എന്തായാലും ഹൾക്കിൻ്റെ പച്ച കളറാണ്, ബട്ട് നമ്മൾ എന്തായാലും കളർ ചേഞ്ച് ആണ്. ഏത് കളർ വേണമെന്ന് കമൻറ്റ്. ആൻഡ് ഇപ്പോൾ ചാനലിലൊരു ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ. 50K സബ്സ്ക്രൈബേഴ്സ് 10 ഡേയ്സിൽ അടിക്കാൻ പോവുക. ആൻഡ് ഇത് ഡേ 2 ആണ് ഇപ്പോൾ, ഡേ 2. ആൻഡ് ഇപ്പോൾ 42.3K സബ്സായി ഡേ 2-ൽ. ആൻഡ് ഡേ 1-ൽ 42K ആയിരുന്നു. ഇപ്പോൾ നമ്മൾ 200 സബ്സ് കൂടി. ആൻഡ് 50K അടിക്കാൻ പറ്റുമോ നോക്കുന്നതാണ് ഈ ചാലഞ്ച്. ആൻഡ് 10 ഡേയ്സിൻ്റെ ഇപ്പോൾ സെക്കൻഡ് ഡേ 3rd ഡേയിൽ നമുക്ക് എത്ര ആവുന്നു ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. സോ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഫ്രാങ്ക്ലിൻ പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്ക്. സോ ഇന്നത്തേക്ക് ബൈ.